വസിഷ്ഠ ഗുഹ ഇതാണ്. എന്താ വസിഷ്ഠ ഗുഹ. വസിഷ്ഠ മഹർഷി തപസ് ചെയ്ത ഗുഹയായിരിക്കണം. ഇതാണ് ഗുഹ. എന്താ പേര് മറന്നുപോയല്ലോ. ലൈറ്റ് വേണേ. വസിഷ്ഠ ഗുഹയുടെ പുറകിലുള്ള നദിയുടെ സീനാണിത്. ഇവിടെ ഈ ഫൈബർ ബോട്ടിംഗ് ഉണ്ട്, വാടകയ്ക്ക് കിട്ടുന്നതാണ്. അക്കരെയാണ് കണ്ടോ. പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ഗംഗാനദി ഒഴുകുന്നു. ഗംഗാനദിയുടെ ഏതെങ്കിലും ഇതായിരിക്കും. നല്ലതാണല്ലേ. പക്ഷെ അങ്ങനെ നല്ല തണുപ്പ് വേണമെങ്കിൽ ഗംഗോത്രിയിലായിരുന്നു കുളിക്കേണ്ടത്. അരുന്ധതി ഗുഹയിലോട്ട് പോവാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ഒരു പ്രത്യേകത. ഇതൊക്കെ ഒരു മാസം താമസിച്ച് അല്ല ഈ ഗുഹയിലൊക്കെ ഇരുന്നിട്ട് പോണം. അരുന്ധതി ഗുഹയിലേക്ക്. അതെ, ഇതിനിടയ്ക്ക് കോൺക്രീറ്റ് കല്ല് എവിടെ നിന്നും അപ്പുറമല്ല. ഇതിനിടയ്ക്ക് കോൺക്രീറ്റ് കൊണ്ട് ഇതോ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവുന്ന നല്ല കിടക്കണില്ലേ. ഇത് ഫ്ലഡ് വരുമ്പോ ഇവിടെ വെള്ളം വരുമല്ലോ. മുള്ളൻ ചെടിയാണ് കേട്ടോ അത്. ഈ ചെരുപ്പ് അതാണ്. ആ ഷൂസ് കൊള്ളൂല. ആ അതുപോലെ ഉണ്ട്. എവിടെയോ ഒരു തോന്നൽ കടൽ തീരം പോലെ ഉണ്ടല്ലേ. ശരിക്കും ഇന്ത്യയിൽ തന്നെ പോയാൽ മതി. എവിടെയാണത്? അവിടെയാണ്. അതാണോ? അപ്പൊ ഇവിടെ ഒരെണ്ണോ? ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട് അത്യാവശ്യം ധ്യാനിക്കാനൊക്കെ കൊള്ളാം. ശരിക്കുള്ള ഗുഹ ഇതാണ്. ആണോ? ഷൂസ് ഭഗവാനെ ദേവി ഭഗവതി അമ്മായി നമ്മള് ഇതൊക്കെ കാണാതെ വെറുതെ ഓടിപ്പോയി. അല്ല വെറുതെ വന്നിട്ട് എന്താ കാണിക്കാൻ. ഇവിടെയാണ് അരുന്ധതി
പറയും. എല്ലായിടത്തും പോർക്കും. ഇതാണ് അരുന്ധതി ഗുഹ. ആ, അരുന്ധതി വന്ന് തപസ്സിരുന്ന സ്ഥലം. അരുന്ധതി എന്ന് പറഞ്ഞാൽ ആരാ? അത് പറയാം. അരുന്ധതി എന്ന് വെച്ചാൽ വസിഷ്ഠന്റെ ഭാര്യയാണ്. ആ, അത് ശരി. വസിഷ്ഠൻ അവിടെ തപസ്സിരുന്നപ്പോൾ അരുന്ധതി ഇവിടെ വന്നിരുന്നു. ആ, ലോക ചെറിയ ഗുഹയിൽ സമാധാനത്തിന് ഭാര്യ. ഇവിടെ വന്നിരുന്നത്. ആ, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്. അത് ചെറിയ ഗുഹ ഭാര്യ അല്ലേ? ജീസസ് വന്ന് 12 വർഷം ഇവിടെയാണ് വന്നിരുന്നത് തപസ് ചെയ്തത്. അങ്ങനെയാണ് അങ്ങനത്തെ ഇന്നലെ രാത്രി എല്ലാം ഇവിടെ നിന്നാണ് കിട്ടിയത്. അത് ശരി. പക്ഷെ ക്രിസ്ത്യാനിയോടൊന്ന് പറഞ്ഞു നോക്കി. അവര് പറഞ്ഞു നമ്മുടെ നോക്കാം, അവരെ കയ്യിൽ കെട്ടിയെടുത്താന്നു. ചില അമ്പലങ്ങൾ കാണാം. പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ്, മരങ്ങളൊക്കെ വന്നുകൊണ്ട് ഇത്ര എന്തായാലും കാണാം. മരങ്ങൾ നിൽക്കുന്നുണ്ട്, ആ വ്യൂ നഷ്ടപ്പെടുകയാണ്.